എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളപ്പം വീഡിയോ ആണ്. ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവിലേക്ക് ഞാനിവിടെ സോഡാപ്പൊടിയോ ഈസ്റ്റോ പുളിച്ച മാവോ തേങ്ങാ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എങ്കിലും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പണ്ട് കാലത്തെ ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിരിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മുടെ ഇന്നത്തെ വെള്ളപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം തയ്യാറാക്കാനുള്ള മാവിലേക്ക് ഈ ഒരു സൂത്രം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് എല്ലാവർക്കും അപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് അയൺ പാൻ ആണ് കേട്ടോ. അയൺ പാനിൽ വെച്ച് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇതുപോലൊരു അയൺ പാൻ വാങ്ങാനായിട്ട് അധികം പൈസ ചിലവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു അപ്പച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല പെർഫെക്റ്റ് വെള്ളപ്പം തന്നെ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. വീഡിയോ കാണുമ്പോൾ പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മായവും കലർത്താതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു വെള്ളപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വെള്ളപ്പത്തിൻ്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 240 ml അളവുള്ള കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള ഏത് പച്ചരി കൊണ്ടിട്ടും ഇതുപോലൊരു അപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ബൗളിലേക്ക് അരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന അരിയുടെ അളവും കൂട്ടാവുന്നതാണ്. 1 കപ്പ് അരി വെച്ചിട്ട് നമുക്കൊരു 9 അപ്പമാണ് തയ്യാറാക്കാൻ പറ്റുക. ഇനി നിങ്ങൾ എടുക്കുന്ന അരിയുടെ ക്വാളിറ്റി അനുസരിച്ച് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ പച്ചരി നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നിറയെ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുതിർത്താൻ വെച്ചു കൊടുക്കണം. ഞാനിവിടെ രാവിലെ 10 മണിക്കാണ് അരി ഒന്ന് കുതിർത്താൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വൈകിട്ടാകുമ്പോഴാണ് നമ്മൾ ഈ അരിയെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി അരി ഒന്ന് കുതിർന്നു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 6 മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ കുതിർത്താനിട്ട അരിയെ ഒന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ പച്ചരി നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തുമ്പോൾ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ വേണം കുതിർത്തിയെടുക്കാനായിട്ടും. അപ്പോഴാണ് പച്ചരി നല്ലവണ്ണം തന്നെ കുതിർന്ന് കിട്ടുന്നതും. നമ്മളിന്ന് കുതിർത്തിയെടുത്തിട്ടുള്ള പച്ചരി ഒരു 2 തവണ കൊണ്ട് മാത്രമാണ് നമുക്ക് അരച്ചെടുക്കാനും സാധിക്കുന്നത്. ആദ്യം അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവില് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ അരി കുതിർത്തിയ വെള്ളവും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവില് വെളുത്ത അവില് കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാം. ഇവിടെ കൈവശം അവിലില്ലെങ്കിൽ ചോറെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഇതേ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള അരി കൂടെ അരച്ച് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാവിനെ ഒന്ന് കലക്കി വെക്കണം. ഇതിനായിട്ട് 1/2 സ്പൂൺ അളവില് പഞ്ചസാരയാണ് ആദ്യം ചേർക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിനും അപ്പച്ചട്ടിയിൽ നിന്നും പെട്ടെന്നൊന്ന് ഇളകി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് മാവ് നല്ല പോലെ ഒന്ന് പതപ്പിച്ച് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കൈ കൊണ്ട് മാവ് ഇതുപോലെ ഒന്ന് കുഴച്ച് മുകളിലേക്കും താഴേക്കും ഒന്ന് പൊക്കി ഒഴിച്ചൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ മാവ് കൈച്ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പുളിച്ചു കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ മാവ് പെട്ടെന്നൊന്ന് പുളിച്ചു കിട്ടുന്നതിനായിട്ട് ഒരു നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലേക്ക് 1 സ്പൂൺ അളവില് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉലുവയെ നമുക്കിതുപോലെ ഒരു കിഴി പോലെ ഒന്ന് ആക്കിയെടുക്കാം. കിഴി പോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് ചുറ്റിയും കൂടി എടുക്കണം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കിഴിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കോട്ടൺ തുണിയെ നമുക്ക് ഈ മാവിലേക്കാണ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഈ മാവിലേക്ക് സോഡാപ്പൊടി, ഈസ്റ്റ്, തേങ്ങാ വെള്ളം, മാവ് പുളിപ്പിച്ചത് അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ ഒരു കിഴി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മാവിനെ ഇന്ന് പുളിപ്പിച്ചെടുക്കാനും പോകുന്നത്. അതിനുശേഷം നമുക്ക് ഈ മാവിനെ ഒന്ന് മൂടി വെക്കാം. ഇനി രാത്രി മുഴുവനും ഇരുന്ന് നമ്മുടെ മാവൊന്ന് പുളിച്ചു വരട്ടെ. അതുവരെയും നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യണം. രാവിലെ ആയപ്പോൾ മാവിനെ ഒന്ന് മൂടി തുറന്ന് നോക്കുവാണ്.
ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ തന്നെ പുളിച്ചു പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വലിപ്പമുള്ള പാത്രം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഈ പാത്രത്തിൽ നിന്നും ഈ ഒരു കിഴിയെടുത്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ മാവിനെ ഒന്ന് പകർത്തി കൊടുക്കുവാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഈ ഒരു ഉലുവയെ നമുക്കൊന്ന് തുറന്നുകൂടി നോക്കാം. നമ്മുടെ ഈ മാവിലേക്ക് ഉലുവ അരച്ച് ചേർത്ത് കലക്കി വെച്ചാലും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊങ്ങി കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉലുവയുടെ ടേസ്റ്റ് നമ്മുടെ അപ്പത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു രീതി വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. അതുപോലെ തന്നെ കിഴികെട്ടിയ ഉലുവ നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി വല്ല കറികളിലൊക്കെ ചേർക്കാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതുമാണ്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമ്മുടെ അരച്ച മാവിനെ ഒന്ന് മാറ്റുവാണ്. നമ്മുടെ മാവ് നല്ല പതഞ്ഞു പൊങ്ങിയ രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഈസ്റ്റോ സോഡാ പൊടിയോ തേങ്ങാ വെള്ളമോ പുളിപ്പിച്ച വെള്ളമോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മാവിലേക്ക് നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഈ ഒരു മാവ് കലക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ മാവ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവൊന്ന് പൊങ്ങിക്കിട്ടുന്നതാണ്. ഞാനിന്നിവിടെ അപ്പം തയ്യാറാക്കാൻ പോകുന്നത് അയൺ പാനിൽ വെച്ചിട്ടാണ്. അയൺ പാനിൽ വെളിച്ചെണ്ണ തൂത്ത് അപ്പം കോരി ഒഴിച്ച് തയ്യാറാക്കുമ്പോഴാണ് ആ ഒരു അപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ അപ്പച്ചട്ടി ഇപ്പം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് പച്ച വെള്ളത്തിൽ നമ്മുടെ തുണി ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ മുക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ചട്ടിയിലേക്ക് ഉരച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ചൂടൊന്ന് ക്രമീകരിക്കാൻ വളരെ തന്നെ നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ മാവ് ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് തുടങ്ങാം. ഇവിടെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നത്. ഇനി നമ്മുടെ അപ്പത്തിലേക്ക് നിറയെ തന്നെ ഹോളുകൾ വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അപ്പത്തിന് നല്ല ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടുകം വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ബുദ്ധിമുട്ടുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ അപ്പം വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത അപ്പത്തിനെ ഒരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. കണ്ടല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ആദ്യം അപ്പം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ രണ്ടാമത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചട്ടിയിൽ എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് രണ്ടാമത് ഇതുപോലെ തന്നെ മാവ് കോരി ഒഴിച്ച് നല്ല പോലെ ചുറ്റിച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലാണ് അപ്പം തയ്യാറാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതുമാണ്. നിറയെ തന്നെ ഹോൾസ് വന്ന് തുടങ്ങിയാൽ വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം വേവിച്ചെടുക്കേണ്ടത് ചെറിയ തീയിൽ തന്നെയാണ്. ഇപ്പോൾ 2 അപ്പച്ചട്ടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപ്പം എല്ലാം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. എത്ര പെർഫെക്റ്റ് ആയിട്ടും വളരെ എളുപ്പത്തിലുമാണ് നമ്മുടെ അപ്പം ഇവിടെ വേവിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.